പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ മലയാളമാണ് ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കേറെ സുപരിചിതമായ അക്ഷരമാലയിൽ നിന്ന് തന്നെ ആകട്ടെ തുടക്കം. നിങ്ങൾക്ക് ഈ കാണുന്ന അക്ഷരങ്ങൾ അറിയാമല്ലോ. ഇവയാണ് സ്വരാക്ഷരങ്ങൾ. ഇവയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നവയാണ്. നമ്മൾ ഇവയുടെ ചിഹ്നങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓരോ അക്ഷരങ്ങളായി നമുക്ക് ഒന്ന് നോക്കാം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇതിൻ്റെ ഇടയിലുള്ള പല അക്ഷരങ്ങളും പല കുട്ടികൾക്കും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് കറക്റ്റ് നോക്കി പഠിച്ചു വെക്കുക. ടീച്ചർ നിങ്ങൾക്ക് ഇതോടൊപ്പം ഒന്ന് അക്ഷരങ്ങൾ വായിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കുക. ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഒ, ഓ, ഔ, അ. ഇവയുടെ ചിഹ്നങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ മറ്റ് അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കും, അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യത്തെ അക്ഷരമായ അ എന്ന അക്ഷരത്തിന് ശബ്ദം അ എന്ന് തന്നെയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇടാറില്ല. എന്നാൽ ആ എന്ന അക്ഷരത്തിന് ഒരു ചിഹ്നമുണ്ട്, നോക്കാം. ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം നിങ്ങളതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നുണ്ടാകും. ഈ ചിഹ്നം ചില വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പം ചേരുമ്പോൾ എങ്ങനെ വായിക്കുമെന്ന് നമുക്ക് നോക്കാം. കായോടൊപ്പം ചേരുമ്പോൾ കാ, ചായോടൊപ്പം ചാ, ടായോടൊപ്പം ടാ, താ, താ, പ, പാ, മ, മാ, ര, രാ, റ, റാ, വ, വാ, സ, സാ. ഇനി ഈ ചിഹ്നം ഉപയോഗിച്ച് ഉള്ള പദങ്ങൾ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാട, പാറ, മാല, പാവ, ചായ, പാത, വാര, താര, വാഴ, വായ, പാട, കാള, കാക്ക, താമര, മാൻ. ഇത്രയും പദങ്ങളാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പദങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന കുട്ടികൾ ചെയ്യേണ്ട പ്രവർത്തനം, ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ള ടീച്ചർ തന്നിട്ടുള്ളതല്ലാത്ത 10 വാക്കുകൾ എഴുതി ടീച്ചർക്ക് വർക്ക്സ് ഓൺലി എന്ന ഗ്രൂപ്പിൽ അയച്ചു തരിക. അല്ലാത്തവർ ഈ ചിഹ്നങ്ങളുമായിട്ട് പരിചയമില്ലാത്ത കുട്ടികൾ, അതായത് പ്രയാസപ്പെടുന്ന കുട്ടികൾ, ഈ തന്നിരിക്കുന്ന പേജ് മുഴുവനായിട്ട് നിങ്ങളുടെ കോപ്പിയിൽ 2 വരെ കോപ്പിയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. കൈയക്ഷരം പല കുട്ടികളുടേതും വളരെ മോശമാണ്. അപ്പോൾ അത് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോപ്പിയിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഴയ കോപ്പി നിങ്ങളുടെ വീട്ടിലുണ്ടാകും, അത് ഉപയോഗിച്ചാൽ മതിയാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ പ്രവർത്തനങ്ങളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെറ്റേഴ്സും അവയുടെ ശബ്ദങ്ങളും ഒന്നുകൂടെ ഉറപ്പിക്കുക എന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. പല കുട്ടികൾക്കും ഇതിൻ്റെ ചില അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ എന്നിവ മാറിപ്പോകുന്നുണ്ട്. കൃത്യമായിട്ട് മുഴുവനായിട്ട് പലർക്കും എഴുതാൻ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഉൾപ്പെടുത്തിയത്. ഈ ലെറ്റേഴ്സ് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്,
T U V W X Y Z. ഇത്രയുമാണ് ഈ ലെറ്റേഴ്സ്. നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും, എങ്കിലും മാറിപ്പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കോപ്പിയിൽ തന്നെ എഴുതിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇവയുടെ സൗണ്ടിലേക്ക് കടക്കാം. Apple, apple, B, 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 ball, ball, B, B, B. ഇംഗ്ലീഷിലെ ഈ 5 അക്ഷരങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. A, E, I, O, U. ഇവയാണ് ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ അഥവാ വവ്വൽസ് എന്നറിയപ്പെടുന്നത്. എന്താണ് സ്വരാക്ഷരങ്ങൾ? അക്ഷരത്തോടൊപ്പം തന്നെ അതിൻ്റെ ശബ്ദവും ഉൾക്കൊള്ളുന്നവയാണ് സ്വരാക്ഷരങ്ങൾ. അതിൽ ഇംഗ്ലീഷിൽ ഇവ 5 എണ്ണമാണ് ഉള്ളത്. A, E, I, O, U. ഇതിൽ നമ്മൾ ഇന്ന് പഠിച്ചത് എ എന്ന അക്ഷരമായതുകൊണ്ട് എ എന്ന അക്ഷരത്തിൻ്റെ സൗണ്ട് മറ്റ് അക്ഷരങ്ങളോടൊപ്പം, അതായത് ഈ പറഞ്ഞ 5 അക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കി അക്ഷരങ്ങളോടൊപ്പം ചേരുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. ബിയോടൊപ്പം ബ, സിയോടൊപ്പം ക, ഡി ആണെങ്കിൽ ഡ, എഫിനോടൊപ്പം ഫ, ജിയോടൊപ്പം ഗ, എച്ചിനോടൊപ്പം ഹ, ജെയോടൊപ്പം ജ, കെയോടൊപ്പം ക, എല്ലാണെങ്കിൽ ല, എം മ, എൻ ന, പി പ, ക്യു ക്വ, ആർ റ, എസ് സ, ടി ട, വി വ, ഡബ്ല്യു വ, എക്സ് ക്സ, വൈ യ, സെഡ് സ. ഇത്രയുമാണ് ഈ ലെറ്റേഴ്സിൻ്റെ ശബ്ദം. മറ്റക്ഷരങ്ങളോടൊപ്പം ചേരുമ്പോൾ എങ്ങനെ വായിക്കുമെന്ന് നിങ്ങളും ഒന്ന് വായിച്ച് പരിശീലിക്കുക. ഇനി നമുക്ക് 2 ലെറ്റേഴ്സ് വേർഡ്സ് പരിചയപ്പെടാം. ഇവയെല്ലാം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. എന്നിട്ട് ഇവ വായിച്ച് വോയിസ് അയക്കുകയും ചെയ്യുക. ഇവയെല്ലാം എങ്ങനെ വായിക്കുമെന്ന് നമുക്ക് നോക്കാം. ആം, ഡു, ഇറ്റ്, ടു, ആൻ, ഗോ, മീ, ഓർ, ആസ്, ഹി, മൈ, സോ, അറ്റ്, ഈസ്, നോ, അപ്പ്, ബി, ഇൻ, ഓഫ്, അസ്, ബൈ, if, on, we. അടുത്ത ക്ലാസ്സുമായി വീണ്ടും എത്തുന്നതുവരെ ബൈ ബൈ.